ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലല്ലൂസ് വ്ളോഗ്. ഇന്ന് നമ്മളുടെ അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ കുർമയുടെ റെസിപ്പി ആട്ടോ. അതിലേക്ക് നെയ്ച്ചോറും. ആഹാ, അടിപൊളിയല്ലേക്കരം. ഈ കറി ചപ്പാത്തിക്ക്, പൂരിക്ക് അങ്ങനത്തേക്കൊക്കെ പറ്റുന്ന ഒരു അടിപൊളി കുർമേട്ടാ. ഞാനിതിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു അടിപൊളി നെയ്ച്ചോറാണ്. സാധനം നല്ല ടേസ്റ്റ് ആട്ടാ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അന്ന് വെച്ചതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ടിട്ട് ഒന്ന് മുട്ടിച്ചെടുക്കാം. പക്ഷെ അതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളകും. ഇങ്ങനെ നന്നായിട്ട് ഇളക്കി പിന്നെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. വെള്ളുള്ളി 2 ഉള്ളി ആട്ടോ എടുത്തിട്ടുള്ളത്. വെന്ത് കിട്ടിയാൽ മതി, ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് ഉള്ളിക്കുള്ളൊരു ഉപ്പാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാ നമ്മൾ ഉള്ളി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു പൊട്ടോട്ടോ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചിക്കൻക്കുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങൻ്റെ 2ാം പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഇതാ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിളച്ച് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുത്ത് വേവിച്ചെടുക്കാം. ഇതാ അതിലേക്ക് 1 സ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതാ 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതാ നമ്മൾ കുറുമയൊക്കെ ഏകദേശമൊക്കെ വെള്ളം വന്നിട്ടുണ്ട്, വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതാ അടിച്ച് വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടാ. ഏകദേശം കറിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിത് കുറച്ച് തേങ്ങാപ്പാലിൽ അടിച്ചെടുക്കണം. ഇതിലേക്ക് 1 സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിന് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നു പോയതാണ്. ഇനി നമുക്കിതിലേക്ക് ആ പൊട്ടോട്ടയും തേങ്ങാപ്പാലും അടിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. 1 ഗ്ലാസ് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അധികം തിളക്കണ്ട കേട്ടോ. ലാസ്റ്റത്തെ പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളക്കണം. ഇത് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് നെയ്ച്ചോറും കൂടി ഉണ്ടാക്കിലേക്ക് നെയ്ച്ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കുക്കർ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് കൈത അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുക. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതാ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരി എടുത്തിട്ടുള്ളതിൻ്റെ ഡബിൾ വെള്ളം ആട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ അതിലേക്ക് 1 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് 1 വിസിൽ വന്നാൽ തന്നെ വേവും. നെയ്ച്ചോറ് ആയതുകൊണ്ട് പെട്ടെന്ന് അടിഞ്ഞു പോകും. അങ്ങനെ ഇതാ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം.
പിന്നെ ഇതാ നമ്മളെ കുറുമട്ടാ. കുറച്ച് നീര് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തിട്ട് തന്നെ സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അടുത്തുള്ള കാണുന്നവരേക്ക് ബൈ.